ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രോക്കോളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ബ്രോക്കോളി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ആക്കി ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോഴേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിയണമെന്നില്ല, കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സവാള ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വീണ്ടും എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് 4-5 ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇപ്പം നമ്മുടെ ഗ്രേവിയുടെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രോക്കോളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഗ്രേവി 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.